വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. ഷാലോം ടെലിവിഷൻ്റെ ഇന്നത്തെ യാത്ര ഷേറി എന്ന ഗ്രാമത്തിലേക്കാണ്. താരു ഗോത്രത്തിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഗ്രാമമാണ് ഷേറി. ചപ്പാങ് തമാങ് എന്നീ ഗോത്രങ്ങളുടെ ഗ്രാമങ്ങളിലൂടെയെല്ലാം ഇതിനു മുൻപ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് താരു ഗോത്രജനത അധിവസിക്കുന്ന ഒരിടത്തേക്ക് യാത്ര ചെയ്യുന്നത്. നാരായൺഘട്ടിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഷേറി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ. കുളുവ എന്ന പട്ടണത്തിൻ്റെ അടുത്തായാണ് ഷേറി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നാരായൺഘട്ട് ടൗണിൻ്റെ പ്രധാന പാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഉത്തരേന്ത്യൻ യാത്രകൾ തന്നെയാണ് ഓർമ്മയിലേക്ക് ഓടിയെത്തുക. സൈക്കിൾ റിക്ഷകളും ഓട്ടോറിക്ഷകളുമെല്ലാം ഇവിടെയും കാണപ്പെടുന്നുണ്ട്. പോകുന്ന വഴിക്ക് നാരായൺഘട്ടിലെ ഒരു ആഴ്ചച്ചന്തയിൽ ഞങ്ങളൊന്ന് കയറി. ഷേറിയിലുള്ള CST ഹൗസിലേക്ക് ആവശ്യമായ നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങുന്നതിനായാണ് ഈ മാർക്കറ്റിൽ ഞങ്ങൾ കയറിയിരിക്കുന്നത്. മാർക്കറ്റ് ആരംഭിച്ചു വരുന്നതേയുള്ളൂ. മാർക്കറ്റിലെ പ്രധാന ഇടങ്ങളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒരാഴ്ചയോളം ഈ മാർക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുകയും ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരെല്ലാം മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയുമാണ് പതിവ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജിപ്സികളെ പോലെ സഞ്ചരിക്കുന്നവരാണ് ഈ കച്ചവടക്കാരെല്ലാം. പച്ചക്കറികൾ, പഴങ്ങൾ, ചെരുപ്പുകൾ, തുണിത്തരങ്ങൾ മുതലായവയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഈ മാർക്കറ്റ് പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. ഭക്ഷ്യവസ്തുക്കളെല്ലാം പൊതുവെ വിലക്കുറവിൽ ലഭിക്കുന്ന ഇടങ്ങളാണ് ഇത്തരം താൽക്കാലിക ചന്തകൾ. കച്ചവടക്കാരായി സ്ത്രീകളും പുരുഷന്മാരും ഇവിടെയുണ്ട്. വള, പൊട്ട്, മാല മുതലായ വസ്തുക്കൾ വിൽക്കുന്നിടങ്ങളിൽ സ്ത്രീകൾ വട്ടം കൂടി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുമുണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ തന്നെ നേപ്പാളിൽ കടൽ മീനുകൾ തീരെ കുറവാണ്. പ്രധാനമായും വളർത്തു മീനുകൾ തന്നെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി മീൻ മുറിച്ചു വിൽക്കുന്നുണ്ട്. പഠനത്തിന് ആവശ്യമായ തുക ഇത്തരം ചെറു കച്ചവടങ്ങളിലൂടെ അവർ സമ്പാദിക്കുന്നു. ഇതാ ഇവിടെ വ്യത്യസ്തമായ ഒരു വണ്ടി ഞങ്ങൾ കണ്ടു. ഒരു ബൈക്കിനെ മോഡിഫിക്കേഷൻ വരുത്തി ഒരു 3 ചക്ര വണ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിലെ തട്ടുകടകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു ബൈക്ക് റിക്ഷയാണ് ഈ കാണുന്നത്. മാർക്കറ്റിൻ്റെ മറ്റൊരിടത്തെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഇവിടെയും പഴം, പച്ചക്കറി മുതലായ വസ്തുക്കൾ വിൽപ്പനയ്ക്കായുണ്ട്. ഇതൊരു സ്ഥിരം മാർക്കറ്റാണ്. ഹിന്ദു ദേവീ ദേവന്മാരുടെ ചിത്രത്തിന് താഴെയായി വ്യത്യസ്തമായ പച്ചക്കറികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിനടുത്തായി കോഴിയെയും താറാവിനെയും വിൽക്കാനായി കൂട്ടിലിട്ടിട്ടുമുണ്ട്. ഷേറിയിലേക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുളുവ എന്ന ടൗൺ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്.
നേപ്പാളിലെ പലയിടങ്ങളിലും ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. കോവിഡിന് ശേഷം ടൂറിസ്റ്റുകൾ നേപ്പാളിലേക്ക് എത്തിത്തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, വിളവിന് പ്രായമായ നെൽച്ചെടികൾ, മഞ്ഞ നിറത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച ഏറെ സുന്ദരമാണ്. ഇന്ത്യക്കാർക്ക് റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. വിസയുടെ ആവശ്യമില്ലാതെ തന്നെ ഏതൊരു ഇന്ത്യൻ പൗരനും നേപ്പാൾ സന്ദർശിക്കാവുന്നതാണ്. അതിനാൽ തന്നെ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും ഈ കൊച്ചു രാജ്യം സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. മിഷണറിയാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും എളുപ്പത്തിൽ കടന്നു ചെന്ന് സുവിശേഷമറിയിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. ഞങ്ങളുടെ യാത്ര ഗ്രാമങ്ങളിലെത്തിയിരിക്കുന്നു. നിരനിരയായി കാണുന്ന ഈ മൺവീടുകൾ താരു ഗോത്രത്തിൻ്റേതാണ്. ചിറ്റവൻ നാഷണൽ പാർക്കിൽ നിന്നും ആദ്യമായി കുടിയിറങ്ങിയ ഗോത്രമാണ് താരു ഗോത്രം. അതിനാൽ തന്നെ നിരപ്പായ നല്ല കൃഷിഭൂമി ഈ ഗോത്രത്തിന് ലഭിച്ചു. അതുകൊണ്ട് മറ്റു ഗോത്രങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലാണ് ഈ ഗോത്രം കഴിഞ്ഞു പോരുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര നാരായണി പുഴയുടെ തീരങ്ങളിലൂടെയാണ്. ഓരോ മഴക്കാലത്തും ഈ പുഴ കവിഞ്ഞൊഴുകുകയും അതുവഴിയായി ഈ പാടങ്ങളിൽ വളക്കൂറുള്ള എക്കൽമണ്ണ് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ പുഴയുടെ കരകളിൽ കൃഷി ചെയ്യുന്നവർക്ക് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. ടിൻഷീറ്റുകൾ മേഞ്ഞ കുഞ്ഞു വീടുകൾ പാടത്തിന് അഭിമുഖമായി നിരന്നു നിൽക്കുന്നു. റോഡ് മാർഗം ടൗണിൽ എത്തിപ്പെടാം എന്നതിനാൽ ഈ ഗ്രാമങ്ങളിലെ പുരുഷന്മാരെല്ലാം ടൗണുകളിൽ പോയി ജോലി കണ്ടെത്തുന്നു. അതിനാൽ തന്നെ ടൗണിലേതിന് സമാനമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ കാണാവുന്നതാണ്. നെൽപ്പാടങ്ങളും ജനവാസ മേഖലകളും ഇടകലർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ ഒത്തിരി നേരം യാത്ര ചെയ്ത് ഞങ്ങൾ ഷേറിയിലുള്ള CST ഭവനത്തിൽ എത്തിച്ചേർന്നു. മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ CST ഭവനം. നാരായണി പുഴയുടെ തീരത്താണ് ഈ മുളഭവനം നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ ഭവനത്തിൻ്റെ മുകൾ നിലയിൽ നിന്നുള്ള കാഴ്ച ഏറെ മനോഹരമാണ്. ഡൈനിങ് ഹാളും അടുക്കളയുമെല്ലാം പണി തീർത്തിരിക്കുന്നത് മുളകൊണ്ട് തന്നെയാണ്. CST സഭാംഗമായ ഫാദർ ജിജോ പന്തക്കലാണ് ഈ CST ഭവനത്തിലുള്ള ഏക വൈദികൻ. ഈ കുതിരപ്പുറത്തേറി ഗ്രാമവഴികളിലൂടെ സഞ്ചരിച്ച് ഗ്രാമീണരുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വൈദികൻ കൂടിയാണ് ജിജോ അച്ഛൻ. മഴക്കാലങ്ങളിൽ നാരായണിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാലും മികച്ച റോഡുകൾ ഇല്ലാത്തതിനാലും ഗ്രാമത്തിലൂടെയുള്ള അച്ഛൻ്റെ യാത്ര ഈ കുതിരപ്പുറത്ത് തന്നെയാണ്. അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർധനവിനെ ഭയക്കാതെ ഗ്രാമീണരുമായി എന്നും സൗഹൃദം പുലർത്താൻ ഈ കുതിര ഏറെ സഹായകരമാണെന്ന് ജിജോ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. ഈ താരു ഗോത്രത്തെപ്പറ്റിയും ഷേറിയിലുള്ള സഭയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഇനി ജിജോ അച്ഛൻ നമ്മോട് വിശദീകരിക്കുന്നു. എൻ്റെ പേര് ഫാദർ ജിജോ ജോർജ് പന്തക്കൽ, CST സഭാംഗമാണ്. ഇവിടെ നേപ്പാളിൽ ഷേറി എന്ന് പറയുന്ന, അതായത് ചോർമാരിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ഉൾപ്രദേശത്ത് താരു വില്ലേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിന് ഞങ്ങളുടെ മെയിൻ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സ്കൂളാണ്. സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ വർക്കും കൂടി ഞങ്ങൾ അതിനൊപ്പം തന്നെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്
താരു എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ്ഗക്കാർ, ആദിവാസി ഗോത്രവർഗ്ഗക്കാരാണ്. ഇവർ പണ്ട് വനത്തിൽ താമസിച്ചുകൊണ്ടിരുന്നവരെല്ലാം വനത്തിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ നിരപ്പായ സ്ഥലങ്ങളിൽ ഇവർ കുടിയേറി. എന്നിട്ട് ഇവിടെ കൃഷി, പിന്നെ അതിനൊപ്പം തന്നെ ആനിമൽസിനെ വളർത്തുക, മൃഗങ്ങളെ വളർത്തുക, പിന്നെ മീൻപിടുത്തം, വേട്ടയാടൽ, ഇങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നെങ്കിലും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റം വന്നെങ്കിലും, ഇവർ നിരന്ന പ്രദേശം ഏറ്റെടുത്തതോടുകൂടി അവരുടെ ജീവിതശൈലി മാറി. കൃഷി കുറച്ചും കൂടി നന്നായിട്ട് ഉൽപ്പന്നങ്ങൾ കൃഷിയിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങിയതുകൂടി അവരുടെ ജീവിത സാഹചര്യം തന്നെ മാറി. പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ രീതിയിൽ നിന്നും ഇപ്പോൾ അവർ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പലപ്പോഴും നമുക്ക് ട്രഡീഷണൽ ഹൗസുകൾ നമുക്ക് ഈ വില്ലേജിൽ ഒത്തിരി കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഏരിയയിൽ ഒരു 15 വീട്ടുകാരുണ്ട്. ഓരോരോ ടോളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വാർഡിനെ ടോളുകളായിട്ട് തിരിച്ച് അത് ശരിക്കും ഭരണം നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ടോളിൽ ഒത്തിരിയേറെ ഫാമിലീസ് ഇല്ല. എന്നാൽ പോലും ഇല്ലാത്തതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനടുത്തോടുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. നാരായണി എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. കാണാൻ വളരെ മനോഹരമാണ്. എന്നാലും മഴക്കാലത്ത് വളരെ ഉഗ്രരൂപം പ്രാപിച്ചുകൊണ്ട് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ഒരു നദി കൂടിയാണ്. ഒരു കാലത്ത് ഒരു 2-3 വർഷം മുമ്പ് നമ്മുടെ ഈ ഏരിയയിൽ മൊത്തം വെള്ളം കയറിയിരുന്നു. നമ്മുടെ ഹൗസിലും വെള്ളം കയറി. ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനെ ബോട്ടിനാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കയറുന്നതുകൊണ്ട് ഇവിടെ പല ആളുകളും ഈ ഭാഗം വിട്ട് പുറത്തേക്ക് മാറി താമസിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ജനസംഖ്യ കുറയാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് ഡെവലപ്മെൻറ്റും കുറച്ച് അത്രയേറെ കടന്നു വന്നിട്ടില്ല. അതിനാൽ തന്നെ ഇവിടെയുള്ള പല പുരുഷന്മാരും പുറത്തു പോയി പണി ചെയ്താണ് അവർ ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നത്. കുറച്ച് പേര് വിദേശത്തുണ്ട്, അല്ലെങ്കിൽ സിറ്റിയിലേക്ക് മാറി പാർത്ത് എന്നിട്ട് ആഴ്ചയിലൊരിക്കൽ വരുന്നു, മാസത്തിലൊരിക്കൽ വരുന്നു, അങ്ങനെ ആ രീതിയിലേക്ക് അവർ മാറിപ്പോയി. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരും സിറ്റിയിലേക്ക് മാറാനുള്ള ഒരു ത്വര അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട്. എന്നാലും ട്രഡീഷണലായിട്ട് ജീവിച്ചു വന്നവരെ സംബന്ധിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. കാരണം കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് പുറത്തേക്ക് സിറ്റി സൈഡിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ടും ഇവിടെ സ്കൂൾ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഈ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതശൈലി ഒന്ന് മാറ്റി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക എന്തെങ്കിലും മേഖലകളിൽ സ്റ്റിച്ചിങ്, പ്ലംബിങ്, വയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു ആശയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തയ്യാറായി കഴിയുമ്പോൾ ഇപ്പം ഫ്രീ ദിവസങ്ങളിൽ അവർക്ക് അതുപോലത്തെ കോച്ചിങ് കൊടുക്കുവാനൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട്. ഈ താരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു 17 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അപ്പം അതിൽ നിന്നും കുറച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചിരിക്കുന്ന ഈ ആളുകൾ ഈ ഏരിയയിൽ മൊത്തം താരുക്കളാണ് ജീവിക്കുന്നത്. അവരുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് താരു ഭാഷ തന്നെ അവർക്കുണ്ട്. അതായത് ഭോജ്പുരിയിൽ നിന്നും ഒത്തിരി സാമ്യമുള്ള ഒരു ഭാഷയാണ്. ഭോജ്പുരിയും ഈ താരുക്കളുടെ ലാംഗ്വേജും തമ്മിൽ ഒത്തിരിയേറെ സാമ്യമുണ്ട്. അതുകൊണ്ട് ഭോജ്പുരി അറിയാവുന്നവർക്ക് താരുക്കൾ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒത്തിരി വാക്കുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒത്തിരിയേറെ സാമ്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വാഹനമൊന്നുമില്ല. ഒത്തിരി സിറ്റിയിൽ നിന്നും ഒത്തിരി അകത്തായതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചില ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കുതിരയാണ്. അത്യാവശ്യം ഇങ്ങനെ വില്ലേജിലൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരാനായിട്ട്. അതിനായിട്ട് ഒത്തിരി പുറത്തേക്ക് പോകാറില്ല. വില്ലേജിൽ മാത്രം ഒന്ന് കറങ്ങി തിരിച്ചു വരിക മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതൊരു ഉപകാരമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഈ ഏരിയയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്, എല്ലാ വർഷവും തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ അത്രയും അഫക്റ്റ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും മാത്രമേ അകത്തേക്ക് വെള്ളം വരാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ താഴത്തെ വില്ലേജിലെ ആളുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിലാണ് വന്ന് താമസിക്കുന്നത്. ഈവൻ മിലിറ്ററിക്കാരുണ്ട്, ഫോറസ്റ്റ് മിലിറ്ററി ഉണ്ട്. അവരും നമ്മുടെ അടുത്ത് ഈ വർഷമാണെങ്കിലും 3 മാസം നമ്മുടെ അടുത്ത് വന്ന് താമസിച്ചു. എന്നിട്ട് അവർ തിരിച്ചു പോയുള്ളൂ. തിരിച്ചു പോയിട്ട് ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ പുറകിൽ ഒരു നദിയുണ്ട്, നാരായണി. അതിൻ്റെ അപ്പുറം വനമാണ്. അതുകൊണ്ട് നമുക്ക് കാണ്ടാമൃഗത്തിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. പെരുമ്പാമ്പ് അകത്ത് കയറി വരാറുണ്ട്. പിന്നെ കാട്ടുപന്നി, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ കൃഷി സ്റ്റൈലും അതനുസരിച്ചാണ്. കാണ്ടാമൃഗം ഒത്തിരി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഗോതമ്പ് നട്ടു കഴിഞ്ഞാൽ അത് വളരെ ശക്തമായിട്ട് അത് വന്ന് എല്ലാം നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർ കൂടുതലും നെല്ലാണ് ഇവർ നടാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്, കാണ്ടാമൃഗത്തിൻ്റെ ശല്യം കാരണം. ഇപ്പം നമ്മളായിരിക്കുന്നത് ഈ സ്കൂൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ എന്നാണ് ഞങ്ങൾ അതിനെ പേരിടാതിരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂള് ഇവിടുത്തെ വില്ലേജിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പണി തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് പണി നിന്നുപോയി, ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് പണി നിന്നുപോയി. ഇനിയിപ്പം പിന്നെയും
ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും പണി തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അടുത്ത വർഷത്തോടു കൂടി ഈ സ്കൂൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജിലുള്ള ആളുകളും നമ്മുടെ എപ്പോഴും ചോദിക്കാറുണ്ട് എന്നതൊക്കെയാണ് സ്കൂൾ തുടങ്ങുന്നതെന്ന് ചോദിച്ച്. കാരണം ഇവിടെയുള്ള പിള്ളേർക്ക് സിറ്റിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി മോശമായതുകൊണ്ടും അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് പിള്ളേരെ അവിടെ സ്കൂളുകളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ള ആളുകൾക്ക് സംബന്ധിച്ച് ഇവിടെ ആകുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡ് നെയിം ഉള്ളതുകൊണ്ടും നമ്മുടെ പഠിപ്പീരിനെ കുറിച്ച് ഒത്തിരി ഇവർക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നതിൽ അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും പണി കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബിൽഡിങ് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയും ഉപകരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് അവധി ദിവസങ്ങളിൽ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കണം എന്ന രീതിയിലാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാം ഇവരുടെ വീടുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നുള്ളത്. ഇവരുടെ ട്രഡീഷണൽ വീടെന്ന് പറഞ്ഞാൽ പുല്ലുമേഞ്ഞതാണ്. അതുപോലെ തന്നെ ഭിത്തി അവരുണ്ടാക്കുന്നത് മുളയും വൈക്കോലും ചാണകവും മണ്ണും ഉപയോഗിച്ചാണ് അവർ അതിൻ്റെ ഭിത്തി ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഒത്തിരിയും വെള്ളപ്പൊക്കം വരുമ്പോൾ അവരുടെ പെട്ടെന്ന് വീട് നശിച്ചു പോകാനൊക്കെ ഉള്ള കാരണം അതുകൊണ്ടാണ്. മീൻപിടുത്തം ഇവർക്ക് ഭയങ്കര വശമാണ്. ഇവരുടെ പഴയ ട്രഡീഷണൽ വീടുകളിൽ നമുക്ക് ഒരു ചെറിയ ബോട്ട്, അതായത് ഒരു തടിയിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന തടിയിൽ അതിൻ്റെ അകം മൊത്തം കുത്തിക്കളഞ്ഞ് ചെറിയ ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും നമ്മുടെ അടുത്ത് നാരായണി ഉള്ളതുകൊണ്ടാണ് അവർ അവിടെ മീൻപിടുത്തത്തിന് പോകുന്നത്. അത് വിലക്കിയിരിക്കുന്നതാണ്. കാരണം നാരായണിയിൽ മുതലേ ഉള്ളതുകൊണ്ട് അതിന് അങ്ങോട്ടേക്ക് പോകുന്നത് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ പോലും ആളുകൾ പലപ്പോഴും പോയി മീൻ പിടിക്കാറുണ്ട്. അല്ലെങ്കിൽ നാരായണിയിൽ നിന്നും വഴിതിരിച്ച് വിട്ട് വെള്ളം അകത്തേക്ക് കയറി വരുന്ന ഏരിയയിലാണെങ്കിലും മീനുകളുള്ളത് കൊണ്ട് അവർ മീൻപിടുത്തം അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നായാട്ടിന് വളരെ ചുരുക്കമാണ്. പണ്ടൊക്കെ ഒത്തിരിയേറെ നായാട്ടിന് പോകുമായിരുന്നു. ഇപ്പം മിലിറ്ററി ഭയങ്കര ശക്തമായതുകൂടി നായാട്ട് അവർ ഇപ്പം അങ്ങനെ പോകാറില്ല. എന്നാലും വല്ലപ്പോഴും ഈ വന്യമൃഗങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇവർ എലിയും ഭക്ഷിക്കുന്ന ആളുകളാണ്. പാടത്തൊക്കെയുള്ള എലികളുണ്ട്, അതിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനെ ഭക്ഷണമാക്കാറുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഒരു ജീവിത സ്റ്റൈല്. പിന്നെ താരുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരിയും താറാവ് വളർത്തും. അവരുടെ മെയിൻ ഒരെണ്ണമാണ് താറാവ് എന്ന് പറയുന്നത്. താറാവ് കൂടുതലും താറാവിൽ ഫ്ലൈൻ ഡക്ക് എന്ന് പറയുന്ന ആ വെറൈറ്റിയാണ് കൂടുതലും അവരെല്ലാം തന്നെ വീടുകളിലും ഉണ്ടാവും. പിന്നെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു കൂടുണ്ടാവും പ്രാവിനുള്ളത്. അപ്പോൾ പ്രാവിനെ വളർത്താറുണ്ട്. എന്നിട്ട് പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ അവർ ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതിനെ അമ്പലത്തിൽ കൊണ്ട് വിടുവാനൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇവർ കൂടുതലും വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ പുറത്തുപോയി പണിയുന്നു, കൊണ്ടുവരുന്നു, പൈസ ഉണ്ടാക്കുന്ന പൈസ പിള്ളേർക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഏരിയ ആയതുകൊണ്ട് ഒത്തിരി ഡെവലപ്മെൻറ്റ് കടന്നു വരുന്ന ഏരിയ ആയതുകൊണ്ടും ഇവരുടെ ജീവിതം ഒത്തിരിയേറെ മാറും. ചെപ്പാങ്ങളേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ഏരിയ നിരപ്പായിട്ടുള്ള ഏരിയ അവർക്ക് കിട്ടിയതുകൊണ്ടും കൃഷിക്ക് യോഗ്യമായ മണ്ണ് അവർക്ക് കിട്ടിയതുകൊണ്ടും സാഹചര്യങ്ങൾ കൂടുതൽ അവരുടേതായ രീതിയിലേക്ക് അവർക്ക് ലഭിച്ചതുകൊണ്ടും ഇവർക്ക് ഒത്തിരിയേറെ ലൈഫ് സ്റ്റൈല് പഴയ ആദിവാസി സ്റ്റൈലിൽ നിന്നും ഒത്തിരിയേറെ മാറി നമ്മുടെ ഒരു സിറ്റിയിലേക്കുള്ള ആളുകളുടെ ജീവിതശൈലി പോലെ ഇവർക്ക് ജീവിക്കാനായിട്ട് ഒത്തിരി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ടിപ്പിക്കൽ താരു വീടിൻ്റെ മുമ്പിലാണ്. ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പുല്ല് മേയുന്നതിന് പകരം അവർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഭൂകമ്പമൊക്കെ കഴിഞ്ഞു വന്നാൽ പിന്നെ ആ പുല്ലിലേക്കുള്ള ഇത് മാറ്റി ഇപ്പോൾ എല്ലാവരും തന്നെ ടിൻ ഷീറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒത്തിരി ആളുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടി. അതുവഴിയായിട്ട് അവർക്ക് അവരുടെ പുല്ല് മേയുന്ന സ്റ്റൈല് മാറ്റി ടിൻ ഷീറ്റ് ഇടാനുള്ള എല്ലാ രൂപത്തിലേക്കൊക്കെ മാറ്റി. കാരണം പുല്ല് മേയുമ്പോൾ എല്ലാ വർഷവും മാറ്റി മേയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരിപ്പം ടിൻ ഷീറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാലും നമുക്ക് ഈ വീട് കാണാൻ സാധിക്കും മണ്ണുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുള ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വൈക്കോലും ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് പൊത്തിയിരിക്കുന്നത്. അപ്പം മുള ഇവർ നട്ടുപിടിപ്പിക്കാറുണ്ട്. അവർ വീടുകളിലും സൈഡുകളിലും വഴി സൈഡുകളിലൊക്കെ നമുക്ക് മുള കാണാൻ സാധിക്കും. അപ്പോൾ ആ മുളയാണ് അവർ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഇവരുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഷേറിയിലുള്ള താരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. നിരനിരയായി കാണുന്ന മൺവീടകൾ താരു ഗോത്രത്തിൻ്റേതാണ്. ആധുനികമായ DTH പോലുള്ള സംവിധാനങ്ങൾ ഈ ഭവനങ്ങളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. കൃഷിയോടൊപ്പം കാലി വളർത്തലും
ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏതാനും ചില താരുഭവനങ്ങൾക്ക് പുറകിലായി വിശാലമായ നെൽപ്പാടങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ണെത്താ ദൂരം നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് മുകളിലായി കാവൽ മാടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. നാരായണിപ്പുഴ കടന്നുവരുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ തുരത്തി ഓടിക്കുന്നതിനാണ് ഇത്തരം കാവൽ മാടങ്ങൾ പണിതിരിക്കുന്നത്. കൊയ്ത്തിനു പ്രായമായ നെൽക്കതിരുകൾ വിളവിൻ്റെ ഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്നു. നാരായണിപ്പുഴ കടന്നെത്തുന്ന ഇളം കാറ്റിൽ നെൽക്കതിരുകൾ തത്തിക്കളിക്കുന്നുണ്ട്. ഹാ, എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ! ഈ കാണുന്നതാണ് നാരായണിപ്പുഴ. വേനൽക്കാലത്തിൻ്റെ ആരംഭമായതിനാൽ തന്നെ പുഴ നല്ല രീതിയിൽ മെലിഞ്ഞു പോയിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ നിറഞ്ഞു കവിയുന്ന ഈ പുഴ ഇന്ന് ചെറുചാലുകളായാണ് ഒഴുകുന്നത്. ഈ പുഴയുടെ ഇരുകരകളിലുമായി മുതലകളും കുറുക്കന്മാരും കാണ്ടാമൃഗങ്ങളും വസിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1-2 ഗോത്രം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ തന്നെ വേറെ ഒത്തിരി ഗോത്രങ്ങളുണ്ട് നേപ്പാളിൽ. അപ്പം അതിലൊക്കെ സേവനം ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി സ്വാഗതം നേപ്പാളിലേക്ക് എന്ന് കണ്ടുപോകുന്നതിനുപരിയായിട്ട് എല്ലാവരും വന്ന് ശരിക്കും അവരോടൊപ്പം ജീവിച്ച് അവരിൽ ഒരുവനായിട്ട് ജീവിക്കുവാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരിൽ ഒരുവനായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറുള്ളവർക്ക് എല്ലാവർക്കും നേപ്പാളിലേക്ക് സ്വാഗതം. ഒത്തിരിയേറെ ചാൻസ്, ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സേവനം ചെയ്യാനായിട്ട് ഏത് മേഖലകളിലും. ഇപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഞങ്ങൾ വന്ന് മീറ്റിംഗ് വെച്ചപ്പോൾ അവർക്ക് ആവശ്യം ഉന്നയിച്ചതെന്ന് വെച്ചാൽ ഒരു സ്കൂള്, അതുപോലെ തന്നെ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ നടത്തുവാൻ ഞങ്ങളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പം സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ സോഷ്യൽ വർക്ക് തുടങ്ങുന്നു, പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ നിന്നും ഒത്തിരി ദൂരം പോകേണ്ടതായിട്ടുണ്ട്. 10-15-20 കിലോമീറ്റർ പോകണം ഇവർക്ക് ഹോസ്പിറ്റലിൽ എത്തുവാനായിട്ട്. അപ്പം അത് വഴി ഭയങ്കര മോശമായതുകൊണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ, ഒരു ഡിസ്പെൻസറി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് ഇവർ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളത് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും സാധിക്കുന്നവരുണ്ടോ, സേവനം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഹാർദികമായ സ്വാഗതം നേപ്പാളിലേക്ക്. യാത്ര പിരിയേണ്ട നേരമായിരിക്കുന്നു. ഷേറി എന്ന ഈ ഗ്രാമത്തെയും ഇവിടെ വസിക്കുന്ന ഗ്രാമീണരെയും പറ്റി ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ തിരികെ വാഹനത്തിൽ കയറി നാരായൺഘട്ട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ജിജോ അച്ഛൻ തൻ്റെ കുതിരപ്പുറത്തേറി ഗ്രാമീണർക്കിടയിലേക്കും യാത്ര തുടങ്ങി.